സഹോദരങ്ങളെ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ കാണാൻ നല്ല ഭംഗിയുള്ള, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന മനോഹരമായ വീടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു വീട് വേണ്ടെന്നല്ല, നല്ല ഒരു വീട് വേണമെന്ന് നബിതങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്കറിയുമോ, അബ്ദുല്ലാഹി ഇബ്നു മുതീഅ റഹിമഹുല്ലാഹ് നല്ല ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് പറയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന അതിമനോഹരമായ ഒരു വീട് പണിയണമെന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുതീഅ റഹിമഹുല്ലാഹ് ഒരാളോട് പറഞ്ഞു. എന്നിട്ട് അവിടെന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ പടച്ചവന്റെ പള്ളിയിൽ ഇരിക്കാ, അവിടെ ഇബാദത്ത് ചെയ്യാ, അവിടെ ഖുർആൻ ഓതാ, അവിടെ നിസ്കരിക്കാ. മോനെ, ആ വീടിന്റെ പണി കഴിഞ്ഞാൽ എന്നെ അറിയിപ്പിക്കണമെന്ന് പറയുമ്പോ അതേപോലെ വീടിന്റെ പണി കഴിയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുതീഅ റഹിമഹുല്ലാഹയുടെ മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയാ, തങ്ങളെ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മുതീഅ റഹിമഹുല്ലാഹ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് അങ്ങ് നോക്കിയിട്ട് വല്ലാതെ കരഞ്ഞു പോവുകയാണ്. കരഞ്ഞിട്ടു പറയാ, എനിക്ക് ഈ വീട് വേണ്ട, എന്ത് രസമുള്ള വീടായത്, എന്ത് ചിത്രപ്പണിയുള്ള വീടായത്, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന വീടായത്. പഠിച്ചവനെ ആറടി മണ്ണാകുന്ന കബറെന്ന് പറയുന്ന ഒരു വീടില്ലായിരുന്നുവെങ്കിൽ ഈ വീടിന്റെ അകത്തട്ടിൽ ഞാൻ കിടക്കുമായിരുന്നു, ഇവിടെ സന്തോഷിക്കുമായിരുന്നു, ഇവിടെ ആനന്ദം കണ്ടെത്തുമായിരുന്നു. പക്ഷേ കബറാകുന്ന ഒരു വീട് എനിക്ക് വരാതിരിക്കുകയാണെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു മുതീഅ റഹിമഹുല്ലാഹ് പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീടിന്റെ കഥയല്ല. വൽജാറു അഹ്മദു റഹ്മാനു നാശിഹാ. അല്ലാഹുവേ, ഇവിടെ വെച്ചുകൊണ്ട് നന്മകളാണ് ചെയ്തതെങ്കിൽ അല്ലാഹുവേ, ഇവിടെ നടക്കുന്ന പാവപ്പെട്ട മക്കളുടെ കല്യാണമുണ്ടല്ലോ, എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാ. എത്രയോ പാവപ്പെട്ട മക്കൾ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തുണ്ട്, കണ്ണു നിറഞ്ഞുകൊണ്ട് കഴിയുന്നവരുണ്ട്. കൂലിപ്പണിക്കാരനായ ബാപ്പയാണ്, ഇറങ്ങിപ്പോയാൽ 500, 600, 700 രൂപ അത് കിട്ടിയിട്ട് ജീവിതം തന്നെ എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും കൊണ്ടുപോകുന്ന എത്രയോ പാവപ്പെട്ടവന്റെ പെൺമക്കളുണ്ട്. ഈ ഒരു സമയത്ത് സ്വർണത്തിന് തീരുന്ന സമയമാ. 1 ലക്ഷത്തിന്റെ പുറത്തേക്ക് സ്വർണം കടന്നല്ലോ ഒരു പവന്. പെൺമക്കളുള്ള ഉമ്മമാരുടെ കണ്ണു നിറയുകയാണ്, പെൺമക്കളുള്ള ബാപ്പയുടെ കണ്ണു നിറയുകയാണ്. എന്നാലോ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പ്രതീക്ഷയിലൂടെ പാറി പറന്നു വന്നിട്ട് പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തില് നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളില് എത്രയോ വീടുകളിൽ അടിച്ചു പൊളിച്ചു കളിച്ചു രമിച്ചു സുഖിച്ച് ആട്ടവും പാട്ടുമായിട്ട് കടന്നു പോകുന്ന എത്രയോ കല്യാണ വീടുകളുണ്ട്, പൈസകൾ പൊടിപൊടിപ്പിക്കുന്ന വീടുകളുണ്ട്. 1 പവന്റെ സ്വർണം മേടിക്കുന്ന, 2 പവന്റെ സ്വർണം മേടിക്കുന്ന കാശിന് അല്ലാഹുവേ, അനാചാരത്തിന്റെ ആവാസനത്തിന്റെ പടുകുഴിയിലൂടെ ആണ്ടുപോയ എത്രയോ വീടുകളുണ്ട്. ഏതു വീട്ടുകാരാ, ഏത് പുതുമാരനാ, ഏത് പുതുമാരന്റെ വാപ്പയാണ് മനസ്സുകൊണ്ട് കരുതുന്നത്? പഠിച്ചവനെ, പാവപ്പെട്ട എത്രയോ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. വിവാഹം പ്രായമെത്തിയ പുറതിറം നിൽക്കുന്ന 20 വയസ്സ് കഴിഞ്ഞ, 22 വയസ്സ് കഴിഞ്ഞ, 26 വയസ്സ് കഴിഞ്ഞ എത്രയോ മക്കളുണ്ട്. പഠിച്ചവനെ, ഇവിടെ അടിച്ചു പൊളിക്കുന്നതിന് പകരം, ഇവിടെ ഗാനമേള വെക്കുന്നതിന് പകരം, ഈ വീടിന്റെ ഉള്ളില് ഇല്ലാത്ത അനാചാരങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് 1 ഗ്രാമിന്റെ ഒരു മോതിരമെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റിയ ഇവിടെ ഉള്ള ചെറുപ്പക്കാരും മഹല്ലുകാരും ഒരുമിച്ച് കൂടുമ്പോ അതിനൊന്ന് കൊടുക്കാൻ പറ്റിയ
ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നന്മകളാണ് ചെയ്യുന്നതെങ്കിൽ ഈ മകന്നുകാർക്കോ ഇവിടെ ഉള്ള ചെറുപ്പക്കാർക്കോ അവരുടെ സ്വന്തം കാര്യം നോക്കിയാ പോരെ? എന്തിനാണ് നാട്ടിലുള്ള പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടി ഓടി നടക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നത്? എന്തിനാണ് മൈക്ക് കെട്ടിയിട്ട് പിരിവെടുക്കുന്നത്? പടച്ചവനെ, അത് ഇന്നത്തേക്ക് വേണ്ടിയല്ല, ഇന്നത്തേക്ക് വേണ്ടിയല്ല. ഫഇൻ ബനാഹാ ബിഖൈരിൻ താബ മസ്കനുഹു, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നന്മകൾ ചെയ്ത അബ്ശിറൂ ബിൽ ജന്നാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ സന്തോഷമുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ സന്തോഷമുണ്ട്. ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് തിന്മകളാണ് ചെയ്തതെങ്കിൽ അവിടെ പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് നമുക്ക് എന്ത് കാര്യമാ? അതിന് നമ്മളെന്തിനാ കൊടുക്കുന്നത്? നമ്മുടെ കാശല്ലേ നഷ്ടമാകുന്നത്? നന്മകളിലേക്ക് വരാൻ നമ്മുടെ മനസ്സ് വരൂല. ഇബ്ലീസ് ലഅനത്തുള്ള നമ്മളെ സമ്മതിക്കൂല. ആ ഒരു സമയത്ത് والجار أحمد ورحمن ناشيها. പടച്ചവനെ, നാളത്തേക്ക് വേണ്ടി അമൽ ചെയ്തോ? അതെങ്ങനാ ചെറുപ്പക്കാരാ? ഇവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരെ, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങന്മാരില്ലേ? അവരെ പറ്റി ഓർക്കുമ്പോ നമ്മുടെ കണ്ണു നിറയൂരേ? അല്ലാ, അവരെ എങ്ങനാ കല്യാണം കഴിപ്പിക്കുക? അവരെങ്ങനാണ് ഒരു പുതുമണവാളന്റെ കൈപിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു വിടുക? പെങ്ങന്മാരുള്ള ഓരോ ആങ്ങളമാരുടെ കൽബിലും വേദനകളുണ്ട്. എന്നാ നമ്മൾ ഓർക്കണം, പടച്ചവനെ, നമ്മളെപ്പോലെ നമ്മുടെ പെങ്ങന്മാരെ പോലെയുള്ള പെൺകുട്ടികളാണ്. അവർക്ക് വേണ്ടി കൊടുത്താൽ വൽജാറു അഹ്മദു വറഹ്മാനു നാശിഹാ. പടച്ചവനെ, നാളെ ഹബീബായ തങ്ങളെ അയൽവാസിയായി കിട്ടുന്ന സൗഭാഗ്യം നിനക്ക് ലഭിക്കുമെന്ന് പറയാറ്. ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യാൻ പറ്റണോ? ഉദ്കുൽ മനിയാ, ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേറൊന്നിനെ പറ്റി പറഞ്ഞില്ല. ത്വായിഫിന്റെ യാത്രയിൽ പറഞ്ഞു കൊടുത്ത ഉപദേശിക്കാൻ വേറൊന്നുമല്ല. ഏത് നന്മ ചെയ്യണമെങ്കിലും അടുത്ത സെക്കൻഡിൽ ഞാൻ ഇല്ലാന്ന് കരുതാം, അടുത്തൊരു സെക്കൻഡിൽ ഞാൻ ഇല്ലാന്ന് കരുതാം, പച്ച മണ്ണിലാണെന്ന് കരുതാം.